ഹായ്. ഇന്ന് ഞങ്ങൾ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വിശേഷങ്ങളും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗ് വീട്ടിലാക്കിയത്. പിന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിപ്പോൾ മോണിറ്റൈസായി. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. അതിനൊപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ 2000-ൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ചാനൽ. അപ്പോൾ എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്നേഹമാണ് നമുക്ക് ഈ ഇത്രയും പെട്ടെന്ന് തന്നെ. ഞങ്ങളൊക്കെ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ മോണിറ്റൈസേഷൻ എലിജിബിൾ ആവാമെന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ 1 മാസം കൊണ്ട് നല്ല റീച്ച് കിട്ടി. നമ്മുടെ 2 വീഡിയോസ് നല്ല റീച്ച് കിട്ടിയതുകൊണ്ട് തന്നെ, പിന്നെ എല്ലാ വീഡിയോസും ഇപ്പോൾ അത്യാവശ്യം കുറച്ച് റീച്ച് ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. എന്തായാലും അതുകൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസായി. ഇപ്പോൾ പൈസ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ $100 ആവണത് എന്നാന്ന് നമുക്ക് അറിയില്ല. അത്രയ്ക്ക് വലിയ പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. $100 ആകുമ്പോഴാണല്ലോ നമുക്ക് അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുക. എന്തായാലും മോണിറ്റൈസായി എന്നുള്ളൊരു വിശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. തീരെ സുഖമില്ലാണ്ടിരിക്കുകയാണ്. കാലുമ്മൽ കുറച്ച് നീരും അതുപോലെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇരുന്നിട്ടുള്ള നമ്മളുടെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് വൈകിട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോൾ കിണ്ണത്തപ്പം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ദീപുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കിണ്ണത്തപ്പത്തിൻ്റെ കാര്യങ്ങളായിട്ട് അവിടെ പണിയിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായി കിണ്ണത്തപ്പത്തിൻ്റെ പരിപാടികളെന്ന് നോക്കാം. അമ്മ എന്തായി? ശരിയാക്കാം. ദീപ, നീ എവിടെയായിരുന്നു? ഇതേ പരിപാടി. എന്തായി അമ്മ? 1 ഗ്ലാസ് അരി. ഇത് ശർക്കര ഉരുക്കി ചേർന്നത്. ഇത് എത്ര ശർക്കരയാണ്? 2 കഷ്ണം. എനിക്ക് പേഴ്സണലി കിണ്ണത്തപ്പത്തിൽ അധികം മധുരം ഇടുന്നത് ഇഷ്ടമില്ല. ഒരു മീഡിയം മധുരത്തിൽ നിൽക്കണതാണ് എനിക്ക് പേഴ്സണലി. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ദീപുവിനും മധുരം നല്ല ഇഷ്ടമാണ്. പക്ഷേ ഞാനിപ്പോൾ കഴിക്കുന്ന കൂട്ടത്തിൽ അവൾ ഇപ്പോൾ മധുരം കുറച്ചുള്ളതും കഴിക്കും. ദീപ, നിനക്ക് മധുരം കുറച്ച് പോരെ? അങ്ങനെ ദീപു ശർക്കരപ്പാനിയുടെ ബാക്കി നക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഇങ്ങനത്തെ ഓരോ പരിപാടികളാണ് ഇവളുടെ കലാപരിപാടികൾ. അപ്പോൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു. ഇതിൽ ഒഴിച്ചടിക്കുക ചെയ്യുക. പിന്നെ ഇതിലെന്തെങ്കിലും ചേർക്കോ? നാളികേരം ചേർക്കും. നാളികേരം എത്രയാണ്? നാളികേരം 1 മുറി. കുറച്ച് ഉപ്പ്. 1 മുറി നാളികേരം, 2 ശർക്കരപ്പാനി. പിന്നെ അരി എത്രയായിരുന്നു? അരി 1 ഗ്ലാസ്. 1 ഗ്ലാസ് അരി, കുറച്ച് വെള്ളം കൂടി ചേർത്തു. കുറച്ച് ഉപ്പ് കേട്ടോ. അപ്പോൾ ഈ 1 ഗ്ലാസ് ചോറും കൂടി അതിലേക്ക് ഇടും. ഇവർ ഈ മിക്സിയൊക്കെ ഇവിടെ ഓവൻ ഞങ്ങൾ വാങ്ങി. ഇവിടെ കാകലങ്കോലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓവൻ വാങ്ങിയപ്പോൾ സ്പേസ് ഇല്ലാണ്ടായ സമയത്ത് ഇവർ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ്. ഈ ഒരു ചെറിയ സ്റ്റോർ റൂമിൻ്റെ അടുത്ത് മിക്സി കൊണ്ടുവന്ന് ചടിക്കൽ. ഇങ്ങനെ പലതരം കലാപരിപാടികൾ ദീപുവിൻ്റെയും അമ്മയുടെ കയ്യിലുണ്ട്. ദീപാണ് ഞങ്ങളുടെ മിക്സി ഓപ്പറേറ്റർ. അടിച്ചോ. ഇതെന്തിട്ടമ്മ? ഏലക്കായയും നല്ല ജീരകവും. ചെറിയ ജീരകല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി പൊടിക്കുകയാണ്. നിനക്ക് ഇത് നക്കലനെ പണി. അത് കഴുകി വെക്കടി. കുറേ നേരം അല്ലേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പി വന്ന് നക്കണത്. അപ്പോൾ ഏലക്കായ ഇതിൽ കിട്ടമ്മ കിട്ടൂലേ? കലക്കി നിങ്ങൾ അല്ലേ? കലക്കുണ്ട്. ദീപമാണ് ഞങ്ങളുടെ കലക്കൽ എക്സ്പേർട്ട്. ഓ, എന്താ ദീപൻ്റെ കലക്കല്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കലക്കലമ്മ. സത്യം പറഞ്ഞാൽ ഇതൊരു റെസിപ്പി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പിന്നെ എന്തെങ്കിലും ഇത് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാലോ? ഒന്ന് കളറാവട്ടെ. അണ്ടിപ്പരിപ്പൊക്കെ ഇടുമ്പോഴല്ലേ എന്തെങ്കിലും ടേസ്റ്റ് വരാ. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും അമ്മ അണ്ടിപ്പരിപ്പ് എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് അണ്ടിപ്പരിപ്പ് ഒരു വീക്ക്നെസ് ആട്ടാ.
2 മുന്തിരി തരില്ല. എന്നാ അടുത്തോ. ദേവരത്തിരിക്കാടി ശർക്കര നല്ല മധുരം കേട്ടാ. എന്തായാലും കൊള്ളാം. ഒരു അടിപ്പെടുക്കുന്നു. ഇപ്പം ഞാനായിട്ട് കഴിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. വാ, ഇത് വറുത്തിടാൻ പോവാ. പൊളിക്കും. അത് ഇതിലേക്കാണ്ട് ചേർക്കല്ലേ. നല്ല പോലെ അങ്ങോട്ട് സെറ്റാവണം. എല്ലാ പീസിലും ഒരു 2 രൂപേന് കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയ ഭാഗ്യം. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. ഏകദേശം ഒരു 1/4 ഭാഗത്തിൽ താഴെ വെള്ളമുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തട്ട്, ഇതാണ് നമ്മുടെ ഇഡ്ഡലി തട്ട്. ഇത് അമ്മയുടെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളാണ്. അതിൻ്റെ മേലെ കിണ്ണം വയ്ക്കും. എണ്ണയിൽ പരട്ടിയുണ്ടല്ലോ അപ്പോൾ ഓൾറെഡി. അപ്പോൾ എണ്ണ പരട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് അധികം കട്ടി പാടില്ല, ടേസ്റ്റ് ഉണ്ടാവാൻ. ടേസ്റ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടാല്ലേ. ഇപ്പോൾ 2 എണ്ണത്തിനാക്കാം നമുക്ക്. അമ്മ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പാവും. ഇതിപ്പോൾ എത്ര സമയം വേവെടുക്കുന്നു? 15 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടില്ല അമ്മ. ഇത് വെന്തോന്നറിയാം എങ്ങനെയാ? ഇതിങ്ങനെ ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുക. കണ്ടാ അതുപോലെ പിടിക്കൂല അല്ല, ഇങ്ങനെ ചാറ് പോലെ വരും. അപ്പം ഇതെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് പിടിക്കണ്ടല്ലോ ചെറുതായിട്ട്. അത് കുഴപ്പമില്ല, കാര്യമായിട്ട് പിടിച്ചില്ല. ചാഞ്ഞ ഗ്രേവി പോലെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വെന്തുണ്ടല്ലേ. പിന്നെ അത്യാവശ്യം ആവിയും വരുന്നുണ്ട് കേട്ടോ. ഇപ്പം സംഗതി എന്തായാലും സെറ്റായിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണത്. ഒരു അണ്ടിപ്പരിപ്പ് കൂടെ ഇരിക്കുന്നുണ്ട്. ഇത് ദീപു കട്ട് ചെയ്താട്ടാ. അതാണ് ഈ ഒരു ഷേപ്പിലിരിക്കണത്. അവൾക്ക് തീരെ ക്ഷമയില്ല, അങ്ങനത്തെ ഷേപ്പിലേക്ക് ആക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ഒരൊറ്റ കട്ട കഴിക്കണില്ലേ? ഞാനെന്തായാലും ഒരു പീസ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള പീസ് തന്നെ കടിക്കാം. ക്ഷമ കിട്ടണില്ല. അടിപൊളിയുണ്ട് അമ്മ. നിങ്ങളുണ്ടാക്കണം, എന്നാലും നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിയാൽ കണ്ടു. ദീപുവിൻ്റെ അടുത്ത് നോക്കാലോ. കറക്റ്റ് മീഡിയം മധുരത്തിൽ എത്ര കഴിച്ചാലും മട്ടില്ല. അത്രയും സൂപ്പറായിട്ടുള്ളൊരു കിണ്ണം. ഭയങ്കര പൂ പോലത്തെ സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൂടൊക്കെ ആറി നല്ല അടിപൊളിയുണ്ട്. 2 പീസ് അമ്മയ്ക്ക് കിട്ടിയല്ലോ അല്ലേ? ഞാനൊരു 2 പീസ് എടുക്കും. കഴിക്കി ചായ എടുത്തിട്ടോ. എന്നിട്ട് വേഗം കഴിക്കട്ടാ. ദീപു താങ്ക് യു. അങ്ങനെ ദീപുവിൻ്റെ കിണ്ണത്തപ്പം ദീപുവിനെ കാത്ത് ഇരിക്കണം കേട്ടോ. അമ്മയുടെ കഴിച്ച് കയറായി. ഇതിൽ തക്കാളി ചമ്മന്തിയും കൂടി കഴിച്ച് നോക്കണം. ആൾക്കാർ പഴംപൊരിയും ബീഫൊക്കെ കഴിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് കിണ്ണത്തപ്പവും തക്കാളി ചട്നിയും കൂടി കഴിച്ചൂടെ? ഓക്കെ, അങ്ങനെ കറി ആവശ്യമില്ല. എനിക്കും തോന്നിയത്. തക്കാളി ചട്നി ഇങ്ങനെ ഓവറായിട്ട്. സത്യം പറഞ്ഞ തക്കാളി ചട്നിയുടെ ആവശ്യമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് ദേ ഭാഗ്യവതി. നിങ്ങൾ മതിയാക്കിയ ഇതിലും ഉണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ്. ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയാൽ മതിയാണ്. കാരണം ഇത് ഇത്രയും കഴിച്ചപ്പോൾ ഞങ്ങളുടെ വയറ് ഫുള്ളായി അല്ലേ അമ്മ? ബാക്കി കിണ്ണത്തപ്പം ഞങ്ങൾ ദീപുവിൻ്റെ വീട്ടിൽ ഉണ്ണിയുണ്ട്. ഉണ്ണിക്ക് കിണ്ണത്തപ്പം നല്ല ഇഷ്ടമാണ്.
ചെറിയൊരു ഉണ്ണിയുണ്ട്, ദീപൻ്റെ അനിയത്തിയുടെ ഉണ്ണിയാണ്. അപ്പോൾ ആ ഉണ്ണിക്ക് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. തക്കാളി ചട്നി ചോറിൻ്റെ കൂടെയാണ്, അടിപൊളിയാണ്. കിണ്ണത്തപ്പത്തിൻ്റെ കൂടെ വേണ്ടായിരുന്നു. ചോറുണ്ടമ്മ? ഇല്ല, കുറച്ചുണ്ട്. ഇപ്പോൾ ഉണ്ടാ, കുറച്ചായിട്ട് പോയി. എല്ലാം കൂടി ഒരുമിച്ച് ശരിയല്ലല്ലോ. ഈ കിണ്ണത്തപ്പൊക്കെ അങ്ങോട്ട് പൊതിഞ്ഞെടുത്തോ. ഓക്കെ, അത് പോയി പേപ്പർ വെച്ച് പൊതിഞ്ഞാൽ മതി. അയ്യോ, കുട്ടീനെ ഇട്ടിട്ട് അവൾ ഓടി. പാട ഉപ്പോ എല്ലിപ്പടെ പൊന്നുവാ, ഓടിവാ ഓടിവാ. നിന്നെ കട്ടല്ല കുട്ടു. ഉപ്പ എലിപ്പക്കരും വന്നേ, എലിപ്പക്കരും വരുമോ? എവിടെ അടിക്കണ്ടതപ്പം കൊടുക്കടി എൻ്റെ മോന്. എത്ര ദിവസമായില്ലേ പൂപ്പനെ കണ്ടിട്ട്? ആയി ഉപ്പ കഴിച്ചോക്കടാ. ഏയ് അങ്ങനെയൊക്കെ ഇരുത്, കഴിച്ചോക്ക്, നീ ഇഷ്ടാവും നിനക്ക്. ആൾക്ക് ഇഷ്ടായില്ലടി, കഴിച്ചോക്കിയ അങ്ങനെ. ഇപ്പം ആൾക്ക് ഇഷ്ടായിട്ടാ. കൊടുക്കടി ഒരു വർഷം കൊടുത്തു. വീണ്ടും ഒരു ഉമ്മ. ഇഷ്ടായ മോനെ? ഇഷ്ടായ? ഇഷ്ടായി എന്ന് പറഞ്ഞു. ചിരിക്കണോ? വല്യപ്പക്ക പക്ഷെ ഇതിലൊന്നും ഇല്ലല്ലോ മോനോ. വല്യപ്പക്ക് തരിതാ. അതാ അതാ വല്യപ്പ തിന്നുട്ടാ. വല്യമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ. വല്യമ്മയ്ക്ക് എന്താ രസപ്പൂപ്പനെ കാണല്ലേ, നല്ല സുന്ദരി ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കിണ്ണത്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ പ്രത്യേകിച്ച് പുപ്പൂനും അമ്മാമ്മയ്ക്കും ദീപുവിൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ പോയതും വന്നതും ഓട്ടോയിലാണ്, അതൊന്നും ഞാൻ എടുത്തില്ല. കാലിന് വയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോയിൽ പോയി ഓട്ടോയിൽ വന്നത്. അതുപോലും പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞില്ല. എന്തായാലും പുപ്പൂനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ ദിവസം ഒരു തമാശ ഉണ്ടായി. തമാശയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ചേച്ചീനെ ഞാൻ കണ്ടു, നമ്മുടെ പരിചയത്തിലുള്ള. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടാ, നല്ല അടിപൊളി വീഡിയോസാണ്. ഞാൻ പറഞ്ഞു, അതെയാ കാണാറുണ്ടല്ലേ ചേച്ചി, അപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ എന്ന് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ലൈക്ക് ചെയ്യാറുമില്ല, കമൻറ്റ് ചെയ്യാറുമില്ല. കാരണം നീ വീഡിയോയിൽ പറയാറില്ല ഞങ്ങളോട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുകൊണ്ട് സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല. ഞാൻ ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ചാനൽ ഇഷ്ടപ്പെട്ട ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അതൊരു പറയില്ലെന്ന് നോക്കിയിട്ടല്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, ഇന്നാൾ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് കാണിച്ചു. അതായത് നിങ്ങളുടെ ലൈക്കും കമൻറ്റിൻ്റെ ഒരു റേഷ്യോ ഒക്കെ കുറവാണെന്ന്, അങ്ങനെ എന്തോ ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, വെറുതെ എല്ലാ ആൾക്കാരും ഇങ്ങനെ എല്ലാ വീഡിയോൻ്റെ അവസാനം ദയവായി ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറയണത്. ഞാനിതുവരെ ഒരു വീഡിയോയിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ കുറവുകൊണ്ടാണ് ആ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ, അതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇത്രയും സപ്പോർട്ട് നമ്മളിതൊന്നും പറയാതെ തന്നെ നമ്മളുടെ ഫാമിലിയിലേക്ക് വന്ന എല്ലാവരോടും ഭയങ്കര നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.